ആചാരങ്ങൾ പാലിക്കാതെ ക്ഷേത്രത്തിലെ ആൽമര ശിഖരങ്ങൾ വെട്ടിമാറ്റിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം ശക്തം. കൊച്ചി ഏലൂർ നാറാണത്ത് ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരത്തിന്റെ ബലമുള്ള ശിഖരങ്ങളാണ് വെട്ടിമാറ്റിയത്. നേരത്തെ കാടുപിടിച്ച ക്ഷേത്രം വൃത്തിയാക്കിയ ഭക്തർക്കെതിരെ പോലീസിൽ പരാതി നൽകിയ ദേവസ്വം ബോർഡ് നടപടിയും വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. 200 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ആൽമരം. ചെറിയ കൊമ്പുകൾ വെട്ടിമാറ്റാൻ ഏലൂർ മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചതിന്റെ പേരിലാണ് വലിയ ശിഖരങ്ങളെല്ലാം വെട്ടിമാറ്റി ഒറ്റത്തടി മാത്രമാക്കിയത്. ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം വെട്ടുമ്പോൾ പാലിക്കേണ്ട ആചാരക്രമങ്ങളൊന്നും പാലിക്കാതെയും തന്ത്രിയെ അറിയിക്കാതെയുമാണ് ആൽമരം വെട്ടിയതെന്ന് ഭക്തർ പറയുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അതിൻ്റെ തൂപ്പിറക്കാനായിട്ടാണ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായുള്ളൂ. പക്ഷേ തൂപ്പിറക്കുക എന്നുള്ള പേരിൽ അവർ ബലമുള്ള ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആല് മോളിൽ നിന്ന് ഉണങ്ങാൻ തുടങ്ങി. ഉണങ്ങിയതിന് ശേഷം അവർ അത് വട്ടം മുറിച്ച് ഇപ്പോൾ കാണുന്ന അവസ്ഥയിലാക്കി വെച്ചേക്കണം. ആചാരപ്രകാരമല്ല ഈ ആല് മുറിച്ചേക്കണത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്ത്രി അറിഞ്ഞിട്ടില്ല. തന്ത്രിനെ അറിയിക്കാണ്ടാണ് ഇത് ചെയ്തേക്കുന്നത് നമ്മൾ അറിഞ്ഞേക്കുന്നത്. ഇവിടെ വന്ന ഭക്തർ ആലിനെ വലം വെച്ചതിന് ശേഷം മാത്രമാണ് അമ്പലത്തിൽ പ്രവേശിക്കുന്നത്. ആലിന് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്കരിക്കണമെന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ നിർത്തിയേക്കണം. ഏലൂർ നാറാണത്ത് ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴികളെല്ലാം കാടുപിടിച്ചു കിടക്കുകയായിരുന്നു. സബ് ഗ്രൂപ്പ് ഓഫീസറോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് സ്വയം മുന്നിട്ടിറങ്ങി കാട് വെട്ടിത്തെളിച്ച ഭക്തർക്കെതിരെ പോലീസിൽ പരാതി നൽകി കേസിൽ കൊടുക്കാനും ശ്രമമുണ്ട്. തളി തസ്തികയിലെ ജീവനക്കാരൻ ക്ഷേത്രത്തിൽ എത്താറില്ലെന്നും പകരക്കാരനെ വെച്ചിരിക്കുകയാണെന്നും ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ തളി എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ഈ തസ്തികയിൽ ജീവനക്കാരൻ ഇവിടെ ഇല്ല. അതിൽ പകരത്തിന് ആളെ വെച്ചേക്കുക. ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലും നമുക്കിടെ ജോലി വേറൊരാളെ വെച്ച് ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ദേവസ്വത്തിൽ സാധിക്കും. ദേവസ്വത്തിൽ പകരക്കാരനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ഷേത്രത്തിനടുത്തുള്ള ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് വിഷപ്പാമ്പുകളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ എല്ലായിടത്തും പലപ്പോഴും പാമ്പിനെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ജീവൻ പണയം വെച്ച് വേണം ക്വാർട്ടേഴ്സിൽ കഴിയാൻ. ജനം, കൊച്ചി.